എവരിവൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. അതായത് ഞാനിവിടെ വന്ന നാൾ തൊട്ട് കേൾക്കുന്നുണ്ട്, ബാംഗ്ലൂർ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനൊന്നും കിട്ടില്ല, അതേപോലെ തന്നെ മീനിന് ഭയങ്കര വിലയാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളവർക്ക് പറ്റിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ മീനിൻ്റെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ സ്ഥലം കണ്ടിരിക്കുക, അവർ ഉറപ്പായിട്ട് അവിടെ നിന്ന് പോയിരിക്കുക. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, ശിവാജി നഗറിലാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ശിവാജി നഗറിലാണ്. ആ കാണുന്നതാണ് ശിവാജി നഗറിലെ ബസ് സ്റ്റാൻഡ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്, ഈ കാണുന്നതാണ്. അപ്പം ഇവിടെ എത്തുമ്പോൾ തന്നെ ശരിക്കും നമ്മളൊരു ഹാർബറിലൊക്കെ പോകുമല്ലോ, അപ്പോൾ ഹാർബറിൽ പോകുമ്പോൾ ദൂരെ നിന്ന് മീനിൻ്റെ സ്മെല്ലടിക്കുമല്ലോ, അതേ കണക്ക് ശരിക്കും ഇവിടെ എത്തിയപ്പോൾ തന്നെ, അതായത് ആ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നുണ്ട് മീനിൻ്റെ. അപ്പോൾ ശരിക്കും ടൈം എന്ന് വെച്ചാൽ ഇപ്പം 3 മണി കഴിഞ്ഞു. നമ്മൾ വെളുപ്പിനല്ല ആക്ച്വലി ഇന്നലെ രാത്രി ഇറങ്ങിയതാണ്, വേറെ ഒന്നും കൊണ്ടല്ല. മീൻ മാർക്കറ്റിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വെളുപ്പിന് വരണമെന്ന് ചിന്തിച്ചിട്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല. അത് കാരണം ചിന്തിച്ചു ശനിയാഴ്ച രാത്രി തന്നെ ഇറങ്ങി, രാത്രി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ചുമ്മാതെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നു. ഇപ്പോൾ ശിവാജി നഗറിലെ ക്ലോക്ക് ടവറിൽ സമയം 3:30. നമ്മളങ്ങനെ ശിവാജി നഗറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ശിവാജി നഗറിലെ ഫിഷ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. നമ്മളങ്ങനെ ശിവാജി നഗർ ഫിഷ് മാർക്കറ്റിലേക്ക് കയറുവാണ്. അപ്പം ശിവാജി നഗർ ഫിഷ് മാർക്കറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ പേര് റസൽ മാർക്കറ്റ് എന്നാണ്. ഇത് അറിയപ്പെടുന്നത് വെച്ചാൽ ശിവാജി നഗർ റസൽ മാർക്കറ്റ് എന്നാണ്. പിന്നെ അത് കണക്ക് തന്നെ ഇവിടെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് കച്ചവടക്കാരൊക്കെ വന്നു തുടങ്ങും. അതായത് പല സ്ഥലത്തു നിന്നാണ് മീൻ വരുന്നത്. ആന്ധ്രയിൽ നിന്ന്, അത് കണക്ക് തന്നെ കേരളത്തിൽ നിന്ന്, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന്, അത് കണക്ക് പല സ്ഥലത്തു നിന്ന് ഇവിടെ അത് കണക്ക് മംഗലാപുരത്തു നിന്നൊക്കെ നിറയെ മീൻ വരുന്നുണ്ട്. അപ്പോൾ 2 മണി തൊട്ടൊക്കെ ഇവർ വലിയ വലിയ വണ്ടികളൊക്കെ വന്ന് ഇവിടെ അടുത്തൊക്കെ കിടക്കും. അത് കണക്ക് തന്നെ അവർ ഇതൊക്കെ ഇറക്കി സെറ്റ് ചെയ്ത് വരും. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 4 മണി കഴിഞ്ഞ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ 4 മണിക്ക് ശേഷം വരികയാണെങ്കിൽ എല്ലാ കച്ചവടക്കാരും ഇവിടെ ഉണ്ടാവും. അത് കണക്കാണ് ഫുൾ സ്ട്രെങ്തിൽ ഇപ്പോൾ മാർക്കറ്റ് നടക്കുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഇവിടെ എത്തി. ഞാൻ ശരിക്കും വന്ന് ചോദിച്ചു കേട്ടോ, വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ശരിക്കും വണ്ടറാ കേട്ടോ. ഇപ്പം ഈ പ്രോൺസിൻ്റെ വില ചോദിച്ചപ്പോഴത്തേക്ക് ഈ പ്രോൺസിന് അവർ പറയുന്ന കിലോ 300 രൂപയുള്ളൂ. അത് ഇത്ര നല്ല ഫ്രഷ് പ്രോൺസ്, അടിപൊളി പ്രോൺസ്, ഇതിന് കിലോയ്ക്ക് 300 രൂപയുള്ളൂ. അപ്പം ശരിക്കും മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ വന്നപ്പോൾ കണ്ട കാര്യങ്ങളാണ്. ചിലവർക്കാണെങ്കിൽ ഈ മീനിൻ്റെ വെള്ളമൊക്കെ തെറിച്ച് വീഴുന്നതൊക്കെ ഭയങ്കര അലർജി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം വരാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം വെച്ചാൽ ഇവിടെ ശരിക്കും നമ്മൾ ഹാർബറിലൊക്കെ പോയി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വന്നാലും കുഴപ്പമില്ല, വന്നാലും നിങ്ങൾ ആ മീനിൻ്റെ കച്ചവടക്കാരുടെ അടുത്തേക്ക് നിൽക്കാതെ നമ്മൾ അവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം തെറിച്ച് വീഴുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ താഴേക്ക് എന്ന് വെച്ചാൽ ഫുള്ള് ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണം. അപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കും. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക, അതിലെ വണ്ടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തെറിച്ച് ദേഹത്ത് വീഴും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ സൂക്ഷിക്കുക. പിന്നെ പറയാമല്ലോ, ഞാൻ ഇതെനിക്ക് ബാംഗ്ലൂർ വന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മീനിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണ്. അതെനിക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനൊന്നും ബാംഗ്ലൂർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു സൊല്യൂഷനാണ് കേട്ടോ ഈ സ്ഥലം. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് നല്ല വിലക്കുറവിൽ വാങ്ങാനും സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയല്ല. അതായത് സാധാരണ നമ്മൾ മീൻ കടകളിൽ പോയി തിരക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി വിലയാണ് ഈ മാർക്കറ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ മീൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ മീൻ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ശിവാജി നഗർ മാർക്കറ്റിൽ വരിക. അത് കണക്ക് തന്നെ നിങ്ങൾ മീൻ മേടിച്ചിട്ട് പോവുക. ബൾക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ വന്ന് മേടിക്കുകയോ ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ തീരെ വിലക്കുറവാണ്. അത് കണക്ക് തന്നെ ഈ ചൂര ഞാനിപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, കിലോ 150 രൂപയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ മീനിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ മീനിന് ഒത്തിരി പേരുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ അറിയപ്പെടുന്നത് കിളിമീൻ എന്നാണ്. ഈ മീനിൻ്റെ കാര്യമാണ്. അപ്പോൾ കിളിമീൻ എന്നാണ് എൻ്റെ വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഞ്ഞക്കുട്ടനെന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണോ അതിൻ്റെ പേര് അതൊന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളും കമൻറ്റ് ചെയ്യുക. ഈ മഞ്ഞക്കുട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിനിടയ്ക്ക് നെത്തോലി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നെത്തോലിക്ക് ഞാൻ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിലോ 150 രൂപയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏത് മീനാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരെ വിലക്കുറവിൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന ബാംഗ്ലൂരിൽ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും മീൻ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും വന്നേ പറ്റും. പിന്നെ നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു കടാപ്പുറത്ത് വന്ന ഫീലാണ്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഹാർബറിൽ നമ്മൾ മീൻ മേടിക്കാൻ പോയെങ്കിലിരിക്കും അതേ ഫീലാണ്. ശരിക്കും നമ്മൾ ബാംഗ്ലൂരാണെന്നോ അല്ലെങ്കിൽ കടപ്പുറം ഇല്ലാത്ത ഏരിയ ആണെന്നോ ഒരിക്കലും മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലെ ഹാർബറിൽ എങ്ങനെയാണോ മീൻ മേടിക്കാൻ പോകുന്നത് അതേ കണക്കാണ് എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ഈ സ്മെല്ലൊന്നും പിടിക്കാത്തവർ, അല്ലെങ്കിൽ ഞാനിവിടെ കുറേ പേരെ കണ്ടു ഇങ്ങനെ മൂക്കൊക്കെ പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സ്മെല്ലൊക്കെ പിടിക്കാത്തവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ വരാതിരിക്കുന്നത് തന്നെ നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ അത്രയ്ക്ക് നല്ല സ്മെല്ലാണ്, അതായത് ഭയങ്കര സ്മെല്ലാണ് മീനിൻ്റെത്. പിന്നെ ഇവിടെ ശിവാജി നഗറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ശിവാജി നഗറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം മേടിക്കാനാണെങ്കിലും ശിവാജി നഗർ വന്നാൽ കിട്ടും. അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പരസ്യത്തിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനവും ഒരു കുടക്കയിലെന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലമാണ് ശിവാജി നഗർ. അപ്പോൾ ശിവാജി നഗർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മീനാണെങ്കിൽ മീൻ,
ബീഫാണെങ്കിൽ ബീഫ്, അതിനൊക്കെ തന്നെ മട്ടൺ ആണെങ്കിൽ മട്ടൺ, ചിക്കൻ, എല്ലാത്തിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അതേപോലെ തൊട്ടടുത്ത് പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് കാര്യങ്ങൾ, അതേപോലെ എന്ത് സാധനം മേടിക്കണമെങ്കിലും ഇപ്പോൾ വണ്ടിയുടെ സ്പെയർ പാർട്സ് അങ്ങനെയൊക്കെ എന്ത് സാധനം മേടിക്കണമെങ്കിലും ശിവാജി നഗർ വന്നു കഴിഞ്ഞാൽ കിട്ടും. ശരിക്കും പർച്ചേസിന് ഒറ്റ ഡെസ്റ്റിനേഷനാണ് ശിവാജി നഗർ. കുറേ കാശായിട്ട് നിങ്ങളിങ്ങനെ പോരുന്നാൽ മതി, നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും മേടിച്ചിട്ട് പോകാം. അപ്പം അകത്തോട്ട് പോകുന്നതോറും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാനൊരു മീൻ പ്രേമിയാണ് കേട്ടോ. അതായത് നല്ല രീതിക്ക് മീൻ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒത്തിരി മീനുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പേരറിയത്തില്ല, അതേപോലെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത നിറയെ മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അത് കണക്ക് തന്നെ നമ്മുടെ നാട്ടിലെ കണക്ക് തന്നെ കല്ലുമേക്കായി, അതിനൊക്കെ തന്നെ ഞണ്ട് കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ചൂര ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. വെറും 150 രൂപ ഒരു കിലോയ്ക്ക്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 3:30 സമയത്താണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് ആരെങ്കിലും പറഞ്ഞു തരണം. അതായത് വേറെ ഒന്നുമല്ല, എൻ്റെ നാട്ടിലത് ഞോളക്കക്ക എന്നാണ് അതിന് പറയുന്നത്. പിന്നെ അത് കണക്ക് തന്നെ നമ്മളിപ്പം 3:30 വന്നതുകൊണ്ട് വലിയ തിരക്കില്ല. കുറച്ച് ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ദിവസം കൂടാണ്. ഞാൻ ഞായറാഴ്ചയാണ് വന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ച അതായത് ശനിയാഴ്ച രാത്രി ഇറങ്ങി ഞായറാഴ്ച രാവിലെയാണ് ഇവിടെ വന്നത്. ഞായറാഴ്ച ദിവസമൊക്കെ എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ മാർക്കറ്റ് 10 മണി വരെ കാണുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണി വരെ ഞാൻ മാർക്കറ്റ് കാണും. അതേപോലെ തന്നെ തിങ്കളാഴ്ച മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അതായത് കച്ചവടക്കാരൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചിക്കൻ്റെ സ്റ്റാള്, അതിനൊക്കെ തന്നെ മട്ടൻ്റെ സ്റ്റാള്, അതേപോലെ തന്നെ പോത്ത് കാര്യങ്ങളൊക്കെ വിൽക്കാൻ വരും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, നമ്മൾ ബാംഗ്ലൂരിൽ ബീഫ് കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും കിട്ടില്ലെന്ന്. അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ ശിവാജി നഗർ. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് പോത്ത് വേണമെങ്കിൽ പോത്ത്, ബീഫ് വേണമെങ്കിൽ ബീഫ്, അതേ കണക്ക് തന്നെ വീല്, ചെറിയ പശു, അങ്ങനെയൊക്കെ ഉള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്ത ഐറ്റംസ് ആണെങ്കിലും ഇതിൻ്റെ പുറത്തൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് രാത്രി വന്നാലും പകൽ വന്നാലും എപ്പോൾ വന്നാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അത് കണക്ക് ഈവനിങ് ടൈമിലൊക്കെ നിറയെ സ്ട്രീറ്റിൽ നിറയെ ഫുഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെറൈറ്റി ഐറ്റംസ്, ഫുള്ള് നോൺ വെജ് ആണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ശിവാജി നഗറിൽ വെജ് ആൾക്കാർ വന്നിട്ട് വലിയ കാര്യമില്ല കേട്ടോ. വെജ് ആൾക്കാർക്ക്, അതായത് പ്യൂർ വെജ് ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അതേപോലെ ഒത്തിരി ഹൈജീനിക് നോക്കുന്ന ആൾക്കാർക്ക് ശിവാജി നഗർ പറ്റില്ല കേട്ടോ. അതായത് അവിടുത്തെ വൃത്തി കാര്യങ്ങൾ ഫുള്ള് ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അതിൻ്റേതായ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഈ മീനിൻ്റെ പേരൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തെരണ്ടി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ്. അതിനൊക്കെ അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ അതിന് ഭയങ്കര വിലക്കുറവാണ് ഇവിടെ അതിന് 200 സംതിങ് ഉള്ളു kgക്ക്. സാധാരണ പുറത്തേക്കെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്, അതിനൊക്കെ കിട്ടാനുമില്ല. അതേപോലെ അത് ഔഷധമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല കുറേ അസുഖങ്ങൾക്ക് അതിനൊക്കെ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് കിട്ടാനൊക്കെ അത് ഏറ്റവും നല്ലതാണ് തെരണ്ടിയിട്ടത്. പിന്നെ എല്ലാവരും മെയിനായിട്ട് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ പാടാണത്. അതേപോലെ തന്നെ ആൾക്കാർക്ക് അത് കട്ട് ചെയ്ത് കറി വെക്കേണ്ട രീതികളും അറിയില്ല. അപ്പോൾ അത് നിറയെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനുണ്ട്. ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ മീനിൻ്റെ പേരെന്തോന്നും എനിക്കറിയില്ല. അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവരെന്തോ ഒരു പേര് പറഞ്ഞു, ശരിക്കും അത് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിറയെ മീനുകൾ നമുക്ക് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ഉണ്ട്. അതേപോലെ നമ്മൾ നാട്ടിൽ നമ്മൾ കഴിച്ചിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട മീനുണ്ട്. അതിലൊരു മീൻ ഈ മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. എൻ്റെ മമ്മി നല്ല രീതിക്ക് ഇത് കറി വെച്ച് തരും. ഇത് പ്രത്യേക ടേസ്റ്റുണ്ട്. ഇത് ഞങ്ങൾ പറയുന്നത് കാരലെന്നാണത്. ശരിക്കും നല്ല കടൽ കാരലെന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റായി മീൻ കേട്ടോ. അത് എന്ന് വെച്ചാൽ എൻ്റെ മമ്മി സൂപ്പ് പോലൊരു കറി വെക്കും. അത് കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഫുൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതിനങ്ങനെ ഫുൾ ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നിടത്ത് കുറേ വെള്ളം, ഇപ്പോൾ മഴ പെയ്തിട്ട് അല്ലെങ്കിൽ ഈ മീനിൻ്റെ വെള്ളങ്ങളൊക്കെ കെട്ടി നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ വണ്ടി പോകുമ്പോൾ നിങ്ങൾ അതിൽ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കുക. ആ വെള്ളമൊക്കെ തെറിച്ച് ദേഹത്ത് വീഴും. അപ്പോൾ നല്ല സ്മെല്ലുമാണ്, നല്ല ഇറിറ്റേഷനുമാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ മാക്സിമം സൂക്ഷിച്ച് വരിക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ മൂക്കൊക്കെ പൊത്തിയിട്ട് കണ്ടെന്ത് ആ വീഡിയോയിൽ കാണിക്കുന്ന പയ്യനെ കണക്ക് കുറേ ആൾക്കാർ മൂക്കൊക്കെ പൊത്തിയിട്ട് വന്നു. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്മെല്ലൊന്നും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ ശരിക്കും ഈ മാർക്കറ്റിൽ വരരുത് കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് കാര്യങ്ങളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്മെല്ലൊക്കെ സഹിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ നല്ല വിലക്കുറവിൽ മേടിച്ചുകൊണ്ട് വെച്ച് കഴിക്കാൻ പറ്റും. അതും നിറയെ മീൻ, അതായത് നമുക്ക് കുറഞ്ഞ ചിലവിൽ നിറയെ മീൻ മേടിച്ചുകൊണ്ട് വെച്ച് കഴിക്കാൻ പറ്റും. ഞാനിവിടുന്ന് ഇപ്പോൾ കുറച്ച് മീൻ മേടിക്കുകയുണ്ടായി. അതായത് 1 കിലോ അയില 200 രൂപ, അതിനൊക്കെ തന്നെ 1 കിലോ മത്തി 180 രൂപ, അതിനൊക്കെ 2 കിലോ ചൂര 150 രൂപ വെച്ചിട്ട്, അതേപോലെ 1 കിലോ പ്രോൺസ് 300 രൂപ വെച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ, അതായത് ശിവാജി നഗറിലെ റസൽ ഫിഷ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ച് തിരിച്ച് പോവുകയാണ്. ബൈ.